ഇനി നോൺ ഇന്ത്യൻ സിനിമകൾ അഥവാ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലുള്ള ഏതൊക്കെ സിനിമകളാണ് 2026 വരാൻ പോകുന്നത് എന്ന് നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡായി കാത്തിരിക്കുന്ന ടോപ്പ് 5 ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഞ്ചാമത് ഡിസ്കോഷൻ ഡേ എന്ന സിനിമയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം സ്റ്റീവൻ സ്പീൽബർഗ് സൈഫൈ ജോണറിലേക്ക് തിരിച്ചു വരുന്ന സിനിമയാണ് ഡിസ്കോഷർ ഡേ. ഇതൊരു UFO ഏലിയൻ ബേസ്ഡ് ഒരു ത്രില്ലർ മൂവിയായിട്ടാണ് വരുന്നത്. സിനിമയിൽ എമിലി ബ്ലണ്ട്, ജോഷ് ഒക്കോണർ, കോൾമാൻ ഡൊമീഗോ എന്നിങ്ങനെ വമ്പൻ താരനിര തന്നെയുണ്ട്. 4-ാം സ്ഥാനത്ത് വരുന്നതും ഒരു സൈഫൈ റോളുള്ള സിനിമയാണ് പ്രോജക്റ്റ് ഹെയിൽ മേരി. അതായത് നിങ്ങളൊരു സ്പേസ് ക്രാഫ്റ്റിൽ ഉറക്കമുണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ എങ്ങനെ എത്തിയെന്നോ എപ്പോഴെത്തിയെന്നോ എന്തിനെത്തിയെന്നോ യാതൊരു ഓർമ്മയുമില്ല. അവിടെ വെച്ച് ഒരു ഏലിയൻ ഫോമുമായി നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലാവുകയും ചെയ്യുന്നു. പക്ഷേ പതിയെ പതിയെ നിങ്ങൾ മനസ്സിലാക്കുന്നു മനുഷ്യരാശിയെ തന്നെ തകർക്കാനുള്ളൊരു വലിയ പദ്ധതിയിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് നിങ്ങളിവിടെ എത്തിയതെന്ന്. എന്ത് എങ്ങനെയെന്നുള്ളതാണ് ആ സിനിമ. ഇതുതന്നെയാണ് എന്നെ ഈ സിനിമ കാത്തിരിക്കാൻ ഏറ്റവും വലിയ കാരണമാക്കിയത്. മൂന്നാമത്തേത് ഒരുപക്ഷെ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു സിനിമയായിരിക്കാം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം മൊത്തത്തിലൊന്ന് ഡീറെയിൽഡായ അവസ്ഥയാണ് MCUവിനുള്ളത്. ചിലതൊക്കെ ഹിറ്റായി, ചിലതൊക്കെ ചീറ്റിപ്പോയെന്ന അവസ്ഥ. അതിൽ നിന്ന് മൊത്തത്തിലൊരു കരകയറാൻ അല്ലെങ്കിൽ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ വേണ്ടി വരുന്നൊരു വമ്പൻ സിനിമയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ.